അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത് ഈ കാണുന്ന ചെറിയ വണ്ടിയിലാണ് കേട്ടോ. അപ്പം ഇന്ന് സംഭവം എന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയി കൊടുക്കണം. രാവിലെ തന്നെ നമ്മൾ നമ്മുടെ പ്ലാന്റിൽ നിന്നാണ് ഇറങ്ങുന്നത്. മൊത്തം മഴയാണ് കേട്ടോ. രാവിലെ നല്ല ഇടിവെട്ട് മഴയും കാറ്റടിക്കുന്നുണ്ട് നല്ല രീതിയിൽ. അതുപോലെ തന്നെ നല്ല ശക്തമായ മഴയും പെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പ്ലാന്റിൽ നിന്ന് ഇറങ്ങിയില്ല. നമ്മളെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്, വർക്കൊന്നുമില്ല കേട്ടോ. അതേപോലെ ഇഷ്ടം പോലെ വണ്ടികൾ ഇവിടെ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. മൊത്തം ഇരുട് പിടിച്ചൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ. അപ്പം നമ്മൾ ഇന്നുള്ളത് ഈ കാണുന്ന കുഞ്ഞൻ വണ്ടിയിലാണ്. അങ്ങനെ നമ്മൾ വണ്ടിയുമായി സൈഡിലെത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ വെച്ചാണ് കണ്ടോ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഈ ഗാൻട്രി ബോർഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞാണ്, എന്നാലും മൊത്തത്തിലൊന്ന് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇനി ഓരോ ഗാൻട്രി ബോർഡും നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് പോകണം. അപ്പം ഇന്ന് അത്യാവശ്യം മഴക്കാറൊക്കെ ഉണ്ട്, എന്നാലും മഴയൊന്നുമില്ല. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ കർണാടകയാണ്. ഇവിടെയൊക്കെ തടി ലോറികളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. മൊത്തം തേക്കിൻ്റെ തടികളാണ്. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ കർണാടകേൻ്റെയും ബോർഡറായതുകൊണ്ട് മൊത്തം ഫോറസ്റ്റിൻ്റെയും അതുപോലെ RTOൻ്റെ എല്ലാം ചെക്ക് പോസ്റ്റ് കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ആ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പേപ്പറൊക്കെ റെഡിയായാൽ മാത്രമേ ഈ വണ്ടിയൊക്കെ ഇവിടുന്ന് പോകുള്ളൂ. അതേപോലെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഇവിടുന്ന് നോക്കിയത് ദൂരെയായിട്ട് നല്ല രീതിയിൽ കടലും കാണാം കേട്ടോ. അപ്പം നമ്മുടെ 6 വരിയുടെ തുടക്കം ഇവിടെ വരെയുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കേട്ടോ നമ്മുടെ കേരളത്തിൻ്റെ 6 വരി പാത സ്റ്റാർട്ടാവുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റോഡ് കണ്ടോ, അടിപൊളി റോഡാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും തലപ്പാടി വെച്ചിട്ടാണ്. തലപ്പാടി നമ്മുടെ 6 വരി പാതയുടെ സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ടാണ് നമ്മുടെ പണി തുടങ്ങുന്നത്. നമ്മൾ ഒരുപാട് ഗാൻട്രി ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ചെക്കിംഗ് ആണ് കേട്ടോ ഇന്ന്. കാരണം ഒരുപാട് കാറ്റൊക്കെ നല്ല രീതിയിൽ വീശുന്ന സ്ഥലമാണ് നമ്മുടെ കാസർഗോഡ്. ഇപ്പോൾ ഗാൻട്രി ബോർഡിൻ്റെ ഞെട്ടും ബോൾട്ടും എന്തെങ്കിലും ലൂസ് ഉണ്ടോ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ നമ്മൾ തലപ്പാടി മുതൽ ചെങ്കള വരെ മൊത്തത്തിലുള്ള ബോർഡുകൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് പോകണം. അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴക്കാറൊക്കെ കാണുന്നുണ്ട്. ഇവിടുത്തെ വണ്ടി തുള്ളിപ്പോന്നില്ലേ, അവിടെ വരെയാണ് നമ്മുടെ 6 വരി പാത വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് കർണാടകയാണ് കേട്ടോ. നമ്മുടെ കേരളം ഇവിടെ വരെയുള്ളൂ. അപ്പൊ അതിന്റെ ബോർഡൊക്കെ ഇവിടുന്ന് കാണാം കണ്ടോ. കേരളത്തിലേക്ക് സ്വാഗതം, ഗോഡ്സ് ഓൺ കൺട്രി. അപ്പൊ നമ്മൾ അടുത്ത ബോർഡിനടുക്ക് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ടൈറ്റ് പിടിച്ച് നോക്കുകയാണ്, എന്തെങ്കിലും ലൂസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അതേപോലെ ഇവിടെയൊക്കെ കണ്ടോ, മൊത്തം സെൻറ്ററിൽ നമ്മുടെ റിഫ്ലക്ടറിന്റെ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോയി ഉപ്പള ഫ്ലാറ്റിന്റെ മുന്നിലായിട്ട് എത്തിയിട്ടുണ്ട്. കണ്ടോ. അതേപോലെ നമ്മുടെ ഫോട്ടോർ ബ്രിഡ്ജിന്റെ വർക്ക് ഇവിടെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗാൻട്രി ബോർഡ്. ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പം മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷെങ്കിൽ എന്നാൽ പോലും മഴക്കാറുണ്ട്. നമ്മളെ റോഡിന്റെ സൈഡിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. നമ്മൾ പോയി മംഗൾപാടി എത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് ഈ ബോർഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ മംഗൾപാടി കണ്ടോ, ഇവിടെ മൊത്തം വെള്ളമൊക്കെ കയറി ശരിയായിട്ട് കിടക്കുകയാണ്. നമ്മുടെ സർവീസ് റോഡിലൂടെ വണ്ടിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പം നല്ല രീതിയിൽ വെയിലൊക്കെ വന്നിരുന്നു കേട്ടോ. റോഡൊക്കെ മൊത്തത്തിൽ ആറി വരുന്നുണ്ട്. അതേപോലെ തന്നെ വീണ്ടും മഴക്കാർ വന്നു. അങ്ങനെ നമ്മൾ കുമ്പള പാലത്തിൻ്റെ അടുത്തുള്ള ഗാൻട്രിയുടെ
അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ. ഇവിടെയൊക്കെ നമ്മുടെ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റോഡിൻ്റെ മുകളിലുള്ള കച്ചറയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഇറ്റാച്ചിയും അതുപോലെ തന്നെ ചളിയൊക്കെ മാറ്റി ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഹെവി ആയിട്ടുള്ള വെയിലാണ് കേട്ടോ. അതെ, സൂര്യനൊന്നും കാണിച്ചു തരാം. ഇതാണ് അവസ്ഥ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നല്ല ഇടിവെട്ട് മഴയുമായിരിക്കും. സുഹൃത്തുക്കളെ, നല്ല ഇടിവെട്ട് മഴ കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഹൈവേയിലൂടെ പോവാണ്. നമ്മൾ ഓരോ ബോർഡൊക്കെ നോക്കിയാണ് പോകുന്നത്. നല്ല കാറ്റും മഴയാണ് ഇവിടെ. നമ്മുടെ വണ്ടി തന്നെ ഇങ്ങനെ ആടി ഒലഞ്ഞ് കളിക്കുന്നുണ്ട് കാറ്റടിച്ചിട്ട്. നമ്മള് ഫുഡൊക്കെ കഴിഞ്ഞത് കുമ്പള എത്തിയിട്ടുണ്ട്. കുമ്പള ഉള്ള നമ്മുടെ ഗാൻഡ്രിയൊക്കെ ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അതേപോലെ തന്നെ ഇതേ ഫ്രണ്ടിലായിട്ട് നമ്മുടെ കുമ്പളയുള്ള ഫോട്ടോർ ബ്രിഡ്ജും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെയിൽ തന്നെയാണ് ഇവിടെ. ദൂരെയായിട്ട് ഇതേ നമ്മുടെ റോഡിൻ്റെ നടുവിലൊരു ജീപ്പൊക്കെ കാണാം. നമ്മുടെ റോഡിലുള്ള സ്റ്റഡ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മൊത്തം നമ്മുടെ ലൈനിൻ്റെ സൈഡിലൊക്കെ സ്റ്റഡ് വെച്ച് നല്ല സെറ്റപ്പാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ റോഡിൻ്റെ സെൻട്രലുള്ള ക്രാഷ് ബാരിയറിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു സാധനം വെച്ചാണല്ലോ. ഇത് നമ്മുടെ തൊട്ടപ്പുറത്ത് വരുന്ന വണ്ടിയുടെ ലൈറ്റ് നമ്മുടെ കണ്ണിലടിക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതുപോലെ തന്നെ ചെറിയ റിഫ്ലക്ടറും ഇതിൻ്റെ കൂടെ ഇപ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് രാത്രി വളവൊക്കെയുള്ള സ്ഥലങ്ങളിൽ നല്ലൊരു ഭംഗിയായിരിക്കും. അതുമാത്രമല്ല, നമുക്ക് സെൻറ്ററിൽ കറക്റ്റ് വളവുണ്ടെന്നുള്ള മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇത് ഒരുപാട് ഏരിയയിലുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, അതേ റോഡിൽ ഇങ്ങനെ സ്റ്റഡ് വെച്ച് വരികയാണ്. അതെ, ഇവിടെ നിന്ന് ഗോവയിലേക്ക് പോകാൻ 390 കിലോമീറ്ററാണ് കേട്ടോ. അതേപോലെ ദൂരെയായിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിയുടെ സ്പീഡ് ചെക്ക് ചെയ്യുന്ന സാധനം. ഓരോ ട്രാക്കിൽ കൂടെ പോകുന്ന വണ്ടിയുടെ സ്പീഡും അതിൽ എഴുതി കാണിക്കും കേട്ടോ. അപ്പം അതൊന്നും ഇപ്പോൾ ഓപ്പൺ ആയില്ല, എല്ലാം വെച്ച് റെഡിയാക്കി വരുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ മൊഗ്രാൽ പുത്തൂർ എത്തിയിട്ടുണ്ട്. അവിടെയുള്ള നമ്മുടെ ഗാൻഡ്രീൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൽ എപ്പോഴും ശ്രദ്ധ വേണം കേട്ടോ. വണ്ടികളൊക്കെ അതിയായ സ്പീഡിലാണ് ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മജീദിക്കാണ് ഫ്രണ്ടിലായിട്ട് പോകുന്നത്. കണ്ടോ, മജീദൊക്കെ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യാണ് കാര്യങ്ങളൊക്കെ. നമ്മുടെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മജീദിക്ക കാര്യങ്ങളൊക്കെ ഡയറിയിലോട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടികളൊക്കെ നല്ല ചീറിപ്പാഞ്ഞുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ റോഡ് നോക്കി നല്ല അടിപൊളി തന്നെയാണ്. ഇപ്പോൾ വെയിലൊന്നുമില്ല, പക്ഷെ നല്ല ചൂടുണ്ട്, നല്ല രീതിയിലുള്ള മഴക്കാറുണ്ട്. ഏത് സമയവും ഇവിടെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഹൈവേയിലൂടെ വണ്ടികളൊക്കെ പോകുന്ന പോക്കൊന്ന് കാണണം. അമ്പോ ചീറിപ്പാഞ്ഞാണ് കേട്ടോ പോകുന്നത്. ഓരോ വണ്ടിയും വരുന്നു പോയിക്കൂടെ. നേരത്തെ 2 കാറ് പോയിരുന്നു, അതേമാതിരിയുള്ള പോക്കാണ്. എനിക്ക് തോന്നുന്നൊരു 100-140 വണ്ടി പോകുന്നത്. കണ്ടോ, ഓരോ വണ്ടി പോകുന്നുണ്ടോ, ഫോട്ടോ എടുക്കുമ്പോട്ട് വണ്ടി ഫുന്നും പറഞ്ഞൊക്കെ പോകുന്നുണ്ട്. കണ്ടോ കാറ് പോകുന്ന പോക്ക് കണ്ടോ. നമ്മള് ചൗക്കി എത്തിയിട്ടുണ്ട്. ചൗക്കി നമ്മളെ ടീമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യാണ്. അപ്പം നല്ല ഇടിവെട്ട് മഴ ദൂരെയായിട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടുള്ളത്. ഈ ഗാൻഡ്രി ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ചെക്ക് ചെയ്യാൻ വന്നതാണ്. എല്ലാ പണിയും നമ്മൾ കഴിച്ചാലും അതൊക്കെ മൊത്തം രണ്ടാമത് ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ട് അതൊക്കെ റെഡിയാക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഹൈവേയിൽ നിൽക്കാൻ. കാരണം അതേമാതിരി പോക്കാണ് ഓരോ വണ്ടി ഇതുവഴി കടന്നു വന്നത്. മഴ ഏതാണ്ട് ഇവിടെ എത്തി കേട്ടോ.
അങ്ങനെ ഒരുവിധം നമ്മളിത് ഇവിടെ നിൽക്കുന്നുണ്ട്. നേരത്തെ നല്ല വെയിലായിരുന്നു, നല്ല ഇടിവെട്ട് ചൂടായിരുന്നു. ഇപ്പം നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓരോ വണ്ടി വരുന്ന വരുത്ത് കണ്ടോ, അതേ എന്താ റോക്കറ്റാണോ? റോക്കറ്റ് പോലെ പോകുന്ന പോലെയാണ് ഓരോ വണ്ടി ഇതുവഴി കടന്നു പോകുന്നത്. ബൈക്കുകാരെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. നല്ല മഴക്കാറ് വന്നു തുടങ്ങി. ഇനി ഏത് നിമിഷവും മഴ പെയ്യാം. നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മജീദൊക്കെ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാറുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോ പരമാവധി സ്പീഡിൽ പോകുന്നുണ്ട്. മഴ മാറി തുടങ്ങി മക്കളെ, പണി കിട്ടി. നമ്മൾ നൈസായിട്ട് വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. കാരണം നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. നമ്മളെ മജീദിക്കൊക്കെ വെഹിക്കലുണ്ട്. അപ്പോൾ മഴ വന്നാൽ എല്ലാവരും ഇതിൽ ഓടിക്കയറും. ഞാൻ ആദ്യമേ കയറി സീറ്റ് പിടിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലോട്ട് വലിയ രീതിയിൽ മഴ ഇല്ല. നേരെ മുകളിലാണ് ഇപ്പോൾ കാർമേഘങ്ങളൊക്കെ ഉള്ളത്. കണ്ടോ, മൊത്തം ഇരുട് മൂടി കിടക്കുകയാണ്. കുറച്ച് ഏരിയ മാത്രം ഇരുട് മൂടി കിടക്കുന്നു. ബാക്കി അങ്ങോട്ട് മൊത്തം വെളിച്ചാണ് കാണുന്നത്. അതായത് നമ്മുടെ കാസർഗോഡ് ഭാഗത്തോട്ട്. ഞങ്ങൾ അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ചൗക്കി കണ്ടോ, കാസർഗോഡ് കാഞ്ഞങ്ങാട്. കാസർഗോഡേക്ക് 3 കിലോമീറ്റർ ആട്ടോ ഇവിടുന്ന്. അതുപോലെ തന്നെ കാഞ്ഞങ്ങാടേക്ക് 28 കിലോമീറ്റർ. അപ്പോൾ നമ്മുടെ മജീദിക്കും അതുപോലെ തന്നെ പ്രേമേശാടനൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. മഴ കണ്ടോ, മഴ ഇങ്ങനെ കളിപ്പിക്കുകയാണ്. ഇപ്പം പെയ്യും എന്ന് പറഞ്ഞ് ഇങ്ങനെ കളിപ്പിക്കുകയാണ്. തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര ഒരു സുഖമാണ്. കാലിൻ്റെ സൗണ്ട് ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും. നല്ല കാറ്റാണ് കേട്ടോ. ഈ കാണുന്ന തെങ്ങൊക്കെ മൊത്തം CPCRIയുടെ തെങ്ങാണ്. നമ്മുടെ കേന്ദ്രത്തിൻ്റെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംഭവമാണ്. മൊത്തം കാർഷിക ഇതിനെപ്പറ്റി ഗവേഷണം നടത്തി പുതിയ തൈകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവം. ഈ കാണുന്ന മൊത്തം അങ്ങനെയുള്ള തെങ്ങാണ്. അപ്പോൾ കർണാടകയുടെ ബസ്സൊക്കെ ഇതേ പറന്നടിച്ച് ഇതുവഴി പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും മഴയൊന്നും പെയ്തില്ല. നമ്മൾ കുറച്ച് മുന്നോട്ട് പോയത് കൊണ്ട് തന്നെ ഇവിടെ മഴ പെയ്തില്ല. പിറകിൽ ചിലപ്പോൾ മഴ പെയ്യുന്നുണ്ടാവും. അതേപോലെ നമ്മുടെ വണ്ടി ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. മജീദ് ഏട്ടനെ പോലെ തന്നെ പ്രേമേശാട്ടനും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ്. ദൂരെയായിട്ട് നമ്മുടെ കാസർഗോഡ് ഭാഗത്ത് നല്ല രീതിയിലുള്ള വെളിച്ചമുണ്ട്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കുറ്റി വെച്ചിട്ടുണ്ട്. ഇത് സംഭവം ഒരു റബ്ബർ പോലത്തെ സാധനമാണ്. ഇത് കണ്ടോ, നമ്മൾ വിചാരിക്കും ഇത് പ്ലാസ്റ്റിക്കിൻ്റെ സാധനമാണെന്ന്. പക്ഷെ ഇതൊരു റബ്ബർ മെറ്റീരിയലാണ്. മൊത്തം ഇങ്ങനെ വളഞ്ഞു കളിക്കും. കണ്ടോ, ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിതിന് അടുത്ത ഗേൺട്രി ബോർഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. മഴക്കാർ ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, മഴ ഇവിടെ എത്തി. ഓടിക്കോ, മഴ പെയ്ത് കേട്ടോ. അപ്പൊ നമ്മൾ ഓടി വണ്ടിക്കാരാണ്. ഞാൻ കയറി നമ്മുടെ പ്രേമാട്ടൻ്റെ അടുത്തു. ഓ, നല്ല ഇടിവെട്ട് മഴ പെയ്തു. മൊത്തം നനഞ്ഞു കൊളിച്ചു കേട്ടോ. നോക്കിയേ, പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ടാണ് മഴ പെയ്തത്. നമ്മുടെ കാസർഗോഡ് ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ മഴ പെയ്തു, ഓടി വണ്ടി കയറിയിട്ടുണ്ട്. ഇപ്പൊ നോക്കിയേ കണ്ടോ, മഴ പോയി. മൊത്തം നനച്ചിട്ട് മഴ ഒറ്റപ്പോക്ക്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ ഞങ്ങളെല്ലാവരും ഓടി വണ്ടി കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ മഴ കൊള്ളും. അപ്പൊ നമ്മള് കാസർഗോഡ് ഫ്ലൈ ഓവറിന്റെ മുകളിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. നോക്കിയാൽ നല്ല അടിപൊളി കാഴ്ചയാണ്. റോഡ് ടെമ്പററി ആയിട്ട് ക്ലോസ് ആക്കിയിരിക്കുകയാണ്. ഇവിടെ എന്തെല്ലാം അറ്റകുറ്റ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ നല്ല രീതിയിലുള്ള മഴക്കാറുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വെച്ച് പിടിക്കുകയാണ്. നമ്മളിപ്പോ ടൗണിന്റെ മുകളിലായിട്ട് എത്തി. ഇപ്പൊ കറക്റ്റ് പറയുകയാണെങ്കിൽ ഇതേ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് എന്തായാലും റോഡ് ബ്ലോക്കാണ്. നമ്മളിപ്പോൾ പോകുന്ന സൈഡ് ഇപ്പോൾ മൊത്തത്തിൽ ബ്ലോക്കായിരിക്കുകയാണ്. എന്തൊക്കെയോ വർക്ക് നടക്കുന്നതുകൊണ്ടാണ്.
അപ്പോൾ നമ്മളേതാണിത് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല റോഡൊക്കെ നോക്കി നല്ല അടിപൊളിയാണ്. നമ്മുടെ ടൗണൊന്നും തീരെ മനസ്സിലാവില്ല, എല്ലാം താഴെയാണുള്ളത്. മഴയൊക്കെ പെയ്ത് റോഡങ്ങനെ വെട്ടി തിളക്കണത്. ഈ കാണുന്നതാണ് കേട്ടോ ബസ് സ്റ്റാൻഡ്, ഇതിന്റെ പിറകിലായിട്ട്. അപ്പൊ നമ്മള് ടൗണിന്റെ മുകളിൽ കൂടിയാണ് ഇപ്പൊ പോകുന്നത്, അതും ഒറ്റ തൂണിൽ നിർമ്മിച്ച ഫ്ലൈ ഓവറിന്റെ മുകളിലൂടെ. ആഹാ, കുറച്ച് മഴയൊക്കെ കൊണ്ട് ഞങ്ങളിത് അനങ്കൂർ എത്തിയിട്ടുണ്ട്. അനങ്കൂരുള്ള നമ്മുടെ ഗാൻട്രിയാണ് ഈ കാണുന്നത്. അപ്പോൾ ധൈര്യത്തിൽ ഈ റോഡിനടുക്ക് നിൽക്കുക കേട്ടോ, കാരണം ഈ റോഡിലൂടെ വണ്ടി വരില്ല, അപ്പുറത്തെ സൈഡ് ബ്ലോക്കാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വണ്ടി ഇതേ ഇവിടെ കിടപ്പുണ്ട്. അതേപോലെ അനങ്കൂരൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്തു ചോർന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മജീദിക്കയും അതുപോലെ തന്നെ നമ്മുടെ പ്രേമേശാട്ടനും കാര്യങ്ങളൊക്കെ തന്നെ ചെക്ക് ചെയ്യാണ് കേട്ടോ. ഓ, കാസർഗോഡിൻ്റെ മണ്ണിൽ ദേ കാർമേഘങ്ങൾ ഇങ്ങനെ ഇരുണ്ട് മൂടി കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വർക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇന്ന് ഞാൻ ഈ കാണുന്ന വണ്ടിയിലാണ്. നാളെ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല, കാരണം മഴയായതുകൊണ്ട് വർക്ക് വളരെ കുറവാണ്. അതുമാത്രമല്ല, നിങ്ങൾ ഈ റോഡൊന്ന് നോക്കിയേ, ഇതിൻ്റെ മുകളിൽ ഇനി എന്ത് വർക്ക് ചെയ്യാനാണ്? ഏതാണ്ട് എല്ലാ വർക്കും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ മൊത്തം കഴിഞ്ഞു. ഇതേ സ്റ്റഡ് വരെ വെച്ചു ഉണ്ടോ, റോഡിൽ സ്റ്റഡ് വരെ വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനി കാര്യമായിട്ട് ഇനിയൊന്നും വർക്ക് ചെയ്യണമെന്നില്ല. നമ്മുടെ തലപ്പാട് ഭാഗത്തൊക്കെ മൊത്തം സ്ട്രീറ്റ് ലൈറ്റ് വരെ കത്തിത്തുടങ്ങി. ഇവിടെ ഇപ്പം കത്തുന്നതായിട്ട് കാണുന്നില്ല, കുറച്ച് ചിലപ്പോൾ പ്രകാശിക്കുമായിരിക്കും. അപ്പോൾ നമ്മുടെ അനങ്കൂരുള്ള ഗാൻട്രി ബോർഡ് ഇതാണ് കേട്ടോ. കാസർഗോഡ് മെഡിക്കൽ കോളേജ്, മുഴപ്പിലങ്ങാടി ബീച്ച്, അങ്ങനെയൊക്കെയാണ്. ഇനി നനഞ്ഞ റോഡിലൂടെയുള്ള നമ്മുടെ വണ്ടികൾ പോകുന്നൊരു കാഴ്ച കാണാം. ആഹാ, നല്ല ചക ചക ചകാന്നും പറഞ്ഞ് പോകുന്നു. ഓ, ഓമനയൊക്കെ നല്ല കീറി ഇളക്കി ഇതേ വരുന്നു, അടിപൊളി. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവരും ഇതേ ഈ നമ്പർ ഒന്ന് ആലോചിച്ച് വെക്കണം കേട്ടോ. കാരണം നമ്മുടെ ഹൈവേയിൽ എവിടെ ആക്സിഡൻറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ പെട്ടെന്ന് തന്നെ ഈ നമ്പറിലോട്ട് ബന്ധപ്പെടുക, 1033. അപ്പോൾ അതൊരു ടോൾ ഫ്രീ നമ്പറാണ്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ എമർജൻസി കാര്യങ്ങളും, ആംബുലൻസും അതുപോലെ തന്നെ എല്ലാ വേണ്ട സൗകര്യങ്ങളും കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ അടുത്ത ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നായന്മാർ മൂല ടൗണിനടുത്ത് വരുന്ന നമ്മുടെ ഗാൻട്രി. അപ്പം മഴയൊക്കെ ചോർന്ന് സൂര്യൻ വീണ്ടും ഉദിച്ച് തുളച്ച് വരുന്നുണ്ട്. എന്തായാലും റോഡൊക്കെ മൊത്തം വെട്ടി തിളങ്ങാണ് കേട്ടോ. അപ്പം നമ്മുടെ ടീമൊക്കെ ഇവിടുന്ന് കാര്യങ്ങളൊക്കെ തന്നെ നോക്കുകയാണ്. അപ്പം നമ്മുടെ നായന്മാർ മൂല ടൗൺ ഇതേ ഇപ്പം ഇങ്ങനെയാണുള്ളത്, കണ്ടോ? ഇപ്പം രണ്ടും രണ്ട് കാര്യമായി മാറിയിട്ടുണ്ട്. ഇത് വേറൊരു സ്ഥലം, ഇത് വേറൊരു സ്ഥലം. നടുവിലൂടെ നമ്മുടെ റോഡും കടന്നു പോകുന്നുണ്ട്. നായന്മാർ മൂല നിന്ന് മാറി നായന്മാർ മൂല ടൗൺ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തി. നല്ല രീതിയിലുള്ള സൂര്യൻ്റെ ഉദിപ്പ് കാരണം ഇതേ ഇങ്ങോട്ട് നോക്കാനേ പറ്റുന്നില്ല, കണ്ടോ? മൊത്തം തിളങ്ങാണ്. അപ്പോൾ ഇവിടെയുള്ള ബോർഡ് ഇതേ ഇങ്ങനെയാണ് കേട്ടോ. വണ്ടിയുടെ സ്പീഡാണ് കാണിക്കുന്നത്. നമ്മുടെ ട്രക്കിൻ്റെ ചിഹ്നങ്ങളെടുക്കുക. ഇപ്പോൾ സൂര്യൻ്റെ വെളിച്ചടിച്ചിട്ടൊന്നും കാണുന്നില്ല, അത് 80 കേട്ടോ. അതുപോലെ തന്നെ സെൻറ്ററിൽ 100. അതുപോലെ തന്നെ ലാസ്റ്റുള്ള ലൈന് അത് ഓവർടേക്കിങ്ങിന് മാത്രമുള്ള ലൈനാണ് കേട്ടോ. അപ്പോൾ എല്ലാ വണ്ടികളും അതിലൂടെ പോകുന്നത് കണ്ടു. അപ്പോൾ അത് ഓവർടേക്ക് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുക. അതേപോലെ ദൂരെയായിട്ട് ഇതേ നമ്മുടെ ടാറ്റയുടെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഇൻ്റർലോക്കിൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ലേബേഴ്സ്.
ഇന്റർലോക്കിന്റെ കട്ടകളൊക്കെ എടുത്ത് മാറ്റുന്നത് കാണാം. ദൂരെയായിട്ട് ഇതേ ഒരു ഇറ്റാച്ചിയും പോകുന്നുണ്ട് കേട്ടോ. അടുത്ത സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതേ സന്തോഷ് നഗർ ബോർഡ് കണ്ടോ, വടകര. അപ്പം നമ്മുടെ നാട്ടിലേക്ക് ഇവിടുന്ന് 135 കിലോമീറ്ററാണ് കേട്ടോ ഉള്ളത്. ഓ, വടകരയുടെ ഒരു ബോർഡെങ്കിലും കണ്ടല്ലോ, സമാധാനം. അപ്പോൾ നമ്മുടെ ടീം അംഗങ്ങൾ വീണ്ടും ചെക്ക് ചെയ്യാണ് ഓരോ കാര്യങ്ങൾ. നമ്മളിപ്പോൾ സന്തോഷ് നഗറിലാണ് കേട്ടോ ഉള്ളത്. ഇനി ഇവിടുന്ന് കുറച്ച് മാത്രമേ ഉള്ളൂ നമ്മുടെ റീച്ച് അവസാനിക്കാൻ. അപ്പോൾ ഈ സാധനം കണ്ടോ, ഈ സാധനം ഫുള്ളായിട്ടുണ്ട് എന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റ് എനിക്ക് മനസ്സിലായില്ല. ഇത് എവിടുന്ന് മുതൽ ഇതേ അങ്ങ് ദൂരെ വരെ ഈ സാധനം ഉണ്ട് കണ്ടോ. മൊത്തത്തിൽ അവിടെ വരെ അങ്ങ് കാണാ ദൂരത്തോളം ഈ സാധനം ഉണ്ട്. എനിക്ക് തോന്നുന്നത് മൊത്തത്തിലുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ റീച്ച് ഏതാണ്ട് കഴിയാറായിട്ടുണ്ട് കേട്ടോ. ആ ദൂരെ കാണുന്ന ആ ബോർഡും കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. സുഹൃത്തുക്കൾ, നമ്മുടെ റീച്ചിന്റെ അവസാനം എത്തിയിട്ടുണ്ട്. ഇതേ ഈ കാണുന്ന ഈ ബോർഡിന്റെ തൊട്ടപ്പുറത്ത് ഇവിടെ വരെയാണ് നമ്മുടെ റീച്ച്. ആ ലൈന് പോയി നിൽക്കുന്നത് വരെ. അതിൻ്റെ അപ്പുറം നമ്മുടെ മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പോൾ നമ്മുടെ റീച്ച് ഇവിടെ വരെയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ചിൻ്റെ അവസാന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ അവസാന ബോർഡ് ഇതാണ്. നായന്മാർമൂല, തലപ്പാടി, മുംബൈ എന്നൊക്കെ പറഞ്ഞ്. തലപ്പാടിക്ക് ഇവിടുന്ന് 40 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തലപ്പാടി നിന്ന് സ്റ്റാർട്ട് ചെയ്ത വർക്കാണ്. ഇപ്പം ലാസ്റ്റ് നമ്മുടെ ചെങ്കള എത്തി നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മൊത്തം പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തലപ്പാടി മുതൽ നമ്മുടെ സൈറ്റിലെ അവസാനമായ ചെങ്കള വരെ പോയി. അപ്പോൾ നമ്മുടെ കൂടെ ഇത് മജീദിക്കും അതുപോലെ തന്നെ രമേശ് ചേട്ടനും ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നേരെ ഇനിയിപ്പോൾ റൂമിലോട്ട് വെച്ച് പിടിക്കുകയാണിത്. മഴക്കാറൊക്കെ വരുന്നുണ്ട് കേട്ടോ.